കെ.ആർ. ഗൗരിയമ്മ CPIM-ൽ ലയിക്കാൻ ഒരുങ്ങുന്നു. ഓഗസ്റ്റ് 19 മുതൽ CPIM-നൊപ്പം പ്രവർത്തിക്കുമെന്ന് കെ.ആർ. ഗൗരിയമ്മ അറിയിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു കെ.ആർ. ഗൗരിയമ്മ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്നെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിയിലുള്ള ആളുകളും ബാക്കിയുള്ളവരും ഒക്കെ ആയിട്ട് നമ്മളൊരു ചർച്ച ചെയ്ത് പാർട്ടി യോജിക്കുന്ന വിധത്തിൽ വന്ന് പാർട്ടിയിൽ ഔദ്യോഗിക സ്ഥാനങ്ങളും ബാക്കിയുള്ളതും ഒക്കെ ആരൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ചർച്ച ചെയ്ത് ലിസ്റ്റുണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ചേരാനും തീരുമാനിച്ചു. പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് തുടക്കം കുറിക്കാം. ആഗസ്റ്റ് 19 കൃഷ്ണപിള്ള ദിനം ഇതിന് പറ്റിയൊരു ദിവസമായിട്ട് ഞങ്ങളിപ്പോൾ ധാരണയിലെത്തിയിട്ടില്ല. അന്നേ ദിവസം CPM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നൊരു ദിവസമായി മാറ്റണം എന്താണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെല്ലാം ഗൗരിയമ്മയുടെ പാർട്ടിയിലും CPM-ലും ചർച്ച ചെയ്തുകൊണ്ട് മറ്റ് കാര്യങ്ങൾക്ക് അന്തിമ രൂപം കൊടുക്കും. ഓഗസ്റ്റ് 19 ആലപ്പുഴയിലാണ് ലയന സമ്മേളനം നടക്കുക. ഷാജഹാൻ വിവരങ്ങൾ നൽകാൻ ടെലിഫോൺ ലൈനിൽ. ഷാജി, കെ.ആർ. ഗൗരിയമ്മ തന്റെ പഴയ പാർട്ടി തട്ടകത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. നിരുപാധികമായ ലയനം എന്ന തീരുമാനത്തിലാണോ നിലവിൽ എത്തിയിരിക്കുന്നത്? അതിന് പ്രധാനമായിട്ടും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് UDF-നോടൊപ്പം നിന്നിരുന്ന ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് ഉടക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ LDF-മായി പ്രത്യേകിച്ച് CPM-വുമായിട്ട് പലതവണ ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചകളുടെയൊക്കെ അവസാന തീരുമാനമായിട്ടാണ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 19 ഇതുമായി ബന്ധപ്പെട്ട് ലയന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമായിട്ടായിരുന്നു ഇന്ന് ഗൗരിയമ്മ ആലപ്പുഴ ചാത്തനാട് വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനിടയിൽ 2-3 തവണ കോടിയേരി ബാലകൃഷ്ണനുമായി ഗൗരിയമ്മ ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളുടെയൊക്കെ ഒരു ഏകദേശ ധാരണയായ ശേഷമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഗൗരിയമ്മയെ കാണാൻ എത്തിയത്. ഇതിനുശേഷമായിരുന്നു മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഓഗസ്റ്റ് 19 P. കൃഷ്ണപിള്ള ദിനമാണ്. തനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തന്നത് P. കൃഷ്ണപിള്ളയായിരുന്നു. അതുകൊണ്ട് തന്നെ P. കൃഷ്ണപിള്ളയുടെ ദിനത്തിൽ തന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്നുള്ളത് ഗൗരിയമ്മയായിരുന്നു. ഇതേ തുടർന്നാണ് P. കൃഷ്ണപിള്ള ദിനം തന്നെ ഓഗസ്റ്റ് 19 ഗൗരിയമ്മയെ ലയന സമ്മേളനം തീരുമാനിച്ചത്. ഗൗരിയമ്മയോടൊപ്പം നിൽക്കുന്നവരുമാണ് JSS വിട്ട് CPM-ലേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകേണ്ട സ്ഥാനമാനങ്ങളും തുടർ ചർച്ചകളും ഇരു പാർട്ടികളും തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിക്കുമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ ഗൗരിയമ്മ പാർട്ടിയിലേക്ക് 19 മടങ്ങിയെത്തുമെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായി. മഹാലയന സമ്മേളനമായിരിക്കും ഈ ഓഗസ്റ്റ് 19 ആലപ്പുഴയിൽ നടക്കുകയെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഷാജി, ഒരു കാര്യം കൂടി, ഈ JSS CPIM-ൽ ലയിക്കുന്നതിന് പകരം ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്നാൽ മതി, ഘടകകക്ഷിയായി നിന്നാൽ മതി എന്ന് JSS-ലെ ചില നേതാക്കളെങ്കിലും പരസ്യമായി നേരത്തെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത്തരത്തിൽ നിലവിലെ തീരുമാനം JSS-ന്റെ അഭിപ്രായ സമന്വയത്തിൽ നിന്നുണ്ടായതാണോ, പൊതുനിലപാടാണോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുമ്പോൾ കെ.ആർ. ഗൗരിയമ്മ UDF-നോടൊപ്പം നിൽക്കുകയായിരുന്നു. കെ.ആർ. ഗൗരിയമ്മ UDF-നോട് ഒപ്പം വന്നതിന് ശേഷം പല അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും ഗൗരിയമ്മയെ പരാജയപ്പെടുത്തുന്നതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. ഇത്തരത്തിൽ ഗൗരിയമ്മ തന്റെ പരാതി പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും UDF-ന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഗൗരിയമ്മ UDF യോഗങ്ങളിൽ പോകാതിരുന്നത്. പിന്നീട് പാർട്ടി പ്ലീനം വിളിച്ച് ഗൗരിയമ്മ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. UDF-നോടൊപ്പം ഇനി നിൽക്കാൻ കഴിയില്ല, കാര്യം പാർട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് UDF-നോട് ഒപ്പം നിൽക്കണ്ട എന്നാണ് പ്ലീനം തീരുമാനിച്ചത്. അന്ന് പ്ലീനത്തിൽ നിന്നും ചില നേതാക്കൾ വിട്ടുനിന്നിരുന്നു. പ്രധാനമായിട്ടും ഇന്ന് UDF-നോടൊപ്പം നിൽക്കുന്ന ചില JSS-ന്റെ പഴയകാല നേതാക്കൾ അന്ന് വിട്ടുനിന്നിരുന്നു. ഇവർ പ്രധാനമായിട്ടും കോൺഗ്രസിനോട് അടുപ്പം പുലർത്തുന്ന നേതാക്കളായിരുന്നു. ഇത്തരത്തിലുള്ള ചില നേതാക്കളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഗൗരിയമ്മയോടൊപ്പം ഭൂരിഭാഗം പ്രവർത്തകരും ഗൗരിയമ്മയുടെ ഒപ്പം തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഈ പ്രവർത്തകരോടൊപ്പം തന്നെയായിരിക്കും ഗൗരിയമ്മ ഈ വരുന്ന ഓഗസ്റ്റ് 19 CPM-ലേക്ക് ലയിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കതിരൂർ മനോജ് വധക്കേസിൽ CBI കുറ്റപത്രത്തിൽ തെറ്റായ വിവരങ്ങൾ. 2014 ഓഗസ്റ്റ് 25 തലശ്ശേരിയിൽ നടന്ന BJP പൊതുയോഗത്തിൽ വെച്ച് 500 CPIM പ്രവർത്തകർ BJP-യിൽ ചേർന്നതിനുള്ള പ്രതികാരമാണ് കൊലയ്ക്ക് കാരണമെന്ന് CBI. അന്നേ ദിവസം യോഗം നടന്നിട്ടില്ലെന്ന് വിവരാവകാശ രേഖകൾ പീപ്പിൾ TV-ക്ക് ലഭിച്ചു. കതിരൂർ മനോജ് വധക്കേസിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ CBI അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ വൈരമാണ് വധത്തിന് പിന്നിലെ കാരണമായി CBI ചൂണ്ടിക്കാട്ടുന്നത്.
500ഓളം CPIM പ്രവർത്തകർ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരുന്നുവെന്നും 2014 ഓഗസ്റ്റ് 25-ന് തലശ്ശേരിയിൽ ചേർന്ന BJP പൊതുയോഗത്തിൽ വെച്ചാണ് ഇവർ അംഗത്വം സ്വീകരിച്ചതെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. CPIM പ്രവർത്തകരുടെ BJPയിലേക്കുള്ള ഒഴുക്ക് തടയാനാണ് മനോജിനെ കൊലപ്പെടുത്തതെന്നും CBI കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ CBIയുടെ ഈ കണ്ടെത്തൽ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. 2014 ഓഗസ്റ്റ് 25-ന് തലശ്ശേരിയിൽ BJPയോ RSSോ അത്തരമൊരു പൊതുയോഗം സംഘടിപ്പിച്ചിട്ടില്ലെന്ന് തലശ്ശേരി DYSP ഓഫീസിൽ നിന്നും ലഭിച്ച വിവരാവകാശ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നു. അതേസമയം BJPയുടെയും RSSന്റെയും ഉന്നത നേതാക്കളായിരുന്ന OK വാസു, A അശോകൻ, സുധീഷ് മിന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിരവധി BJP പ്രവർത്തകർ CPIMൽ ചേർന്നിരുന്നു. ഈ വസ്തുതകളെല്ലാം മറച്ചുവെച്ചാണ് രാജ്യത്തെ പരമോന്നത അന്വേഷണ ഏജൻസിയായ CBI തെറ്റായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. CPIM ജില്ലാ സെക്രട്ടറി P ജയരാജനെ കേസിൽ കൊടുക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണ് CBI ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ആരോപണമുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് CPIM പ്രവർത്തകരെ ജയിലിലടയ്ക്കാൻ ആസൂത്രിതമായ നീക്കമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. RSSന്റെ ചട്ടുകമായി CBI മാറിയെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പുനഃക്രമീകരണം നടത്തിയത് ശാസ്ത്രീയ പഠനമില്ലാതെയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ഭരണസ്വാധീനം ഉപയോഗിച്ച് CPIMന്റെ പ്രാദേശിക നേതാക്കളെ ജയിലിലടയ്ക്കാനാണ് UDF സർക്കാരും കേന്ദ്രത്തിലെ BJP സർക്കാരും ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPIM പ്രവർത്തകരുടെ കൊലപാതകങ്ങൾ CBI അന്വേഷിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും CBIയെ RSS ചട്ടുകമായി മാറ്റിയെന്നും P ജയരാജനെ കൊലപാതക കേസിൽ പ്രതിയാക്കാൻ ശ്രമിക്കുന്നത് RSSന്റെ താൽപര്യപ്രകാരമാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CPIMന്റെ ഉന്നത നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ ഇത്തരം കേസിനകത്ത് തെറ്റായി പ്രതിയേർത്ത് ജയിലിലടക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് BJPയും സംസ്ഥാന ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ട അപാധകളും കോടിയേരി ചൂണ്ടിക്കാട്ടി. ഭൂമിശാസ്ത്രപരമോ ജനസംഖ്യാനുപാതമോ നോക്കാതെയാണ് ബ്ലോക്ക് പഞ്ചായത്തുകൾ പുനഃക്രമീകരിച്ചിരിക്കുന്നതെന്നും രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കുകയെന്ന ഗൂഢലക്ഷ്യത്തോടെ മുസ്ലിം ലീഗിന്റെ ഇംഗിതത്തിന് വഴങ്ങിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനം നടത്തുന്നതെന്നും കോടിയേരി പറഞ്ഞു. അശാസ്ത്രീയമായിട്ടുള്ള ഈ പുനർനിർണയം പുനഃപരിശോധിക്കണം. ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കത്തക്ക വിധത്തിൽ ഈ വിഭജനം നടത്തുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ടിംഗ് ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് CPIMനെതിരെ കുപ്രചരണം നടത്തുന്നത് തിരിച്ചറിയണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. രാജ്യത്തിന് പുറത്തുള്ളവർക്ക് മാത്രമല്ല അന്യ സംസ്ഥാനത്തിലുള്ളവർക്കും ഓൺലൈൻ സംവിധാനത്തിലൂടെ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ടാകണമെന്നാണ് CPIM നയം. ഇത് ശാസ്ത്രീയമായി പഠിച്ച് വോട്ടവകാശം വിനിയോഗപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണം. എന്നാൽ സർക്കാർ ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നതെന്നും കോടിയേരി ആരോപിച്ചു. ഇത് മുൻകൂട്ടി കണ്ട് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നും കോടിയേരി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പയ്യന്നൂരിൽ വൻ പ്രതിഷേധ പ്രകടനം നടന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനെ CBI കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് പയ്യന്നൂരിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. കതിരൂർ മനോജ് വധക്കേസിൽ കുറ്റാരോപിതനായ ഒരു പ്രതിക്ക് ചികിത്സ നൽകാൻ സഹായിച്ചുവെന്നാരോപിച്ചാണ് മധുസൂദനെ പ്രതി ചേർത്തത്. വർഗീയ ശക്തികൾക്കെതിരെ നെഞ്ചുറപ്പോടെ പൊരുതുന്ന മധുസൂദനെ കള്ളക്കേസിൽ കുടുക്കി ജയിലടക്കാമെന്നുള്ള BJP RSS വ്യാമോഹം പയ്യന്നൂരിൽ അനുവദിക്കില്ലെന്നാരോപിച്ച് സ്ത്രീകളടക്കം പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനം പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പൊതുയോഗം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. C. കൃഷ്ണൻ MLA, MV ജയരാജൻ, V. നാരായണൻ, P. സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നുവെന്ന് പ്രസ്താവിച്ചത് ഇക്കാര്യം പൊതുസമൂഹം ചർച്ച ചെയ്യാനാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ഭാരതീയ തത്വചിന്തയുടെ
ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനവും ഗവേഷണവും നടത്തിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണത്തിലാണ് ഈ പരാമർശനം നടത്തിയത്. 1925 RSS ഉണ്ടായത്, 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ഈ രണ്ട് സമാന്തര രേഖകളിലാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള അതിർത്തി വരുമ്പോൾ ദുർബലമായിരിക്കുന്നു എന്നൊരു നിരീക്ഷണമാണ് അവിടെ ഞാൻ നടത്തിയത്. ചർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. സുതാര്യമായ ചർച്ചകൾ ഇത്തരമൊരു ഘട്ടത്തിൽ ആവശ്യമുണ്ട്. ഇതിനകത്തൊരു ഭൂരിപക്ഷ അല്ലെങ്കിൽ ഇപ്പം പലയിടത്തും വരുന്നുണ്ട് ഒരു ഭൂരിപക്ഷ പ്രീണനം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ പ്രീണനം, അതാണോ ഉദ്ദേശിച്ചത്? അല്ല, ന്യൂനപക്ഷത്തിൻ്റെയും ഭൂരിപക്ഷത്തിൻ്റെയും പ്രശ്നമില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി നോക്കുമ്പോൾ വളരെ വേഗം ന്യൂനപക്ഷം ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. കസ്തൂരി രംഗൻ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരും വനം വകുപ്പും വരുത്തിയ വീഴ്ചയ്ക്കെതിരെ വിമർശനവുമായി മാണി ഗ്രൂപ്പ്. കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന PC ജോർജിനെ പുറത്താക്കാനുള്ള കത്ത് സ്പീക്കർക്ക് നൽകാൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനെ യോഗം ചുമതലപ്പെടുത്തി. പരിസ്ഥിതിലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം 10 കത്തുകൾ അയച്ചിരുന്നു. ഇതിന് മറുപടി നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ചയുണ്ടായി. വനം വകുപ്പിൻ്റെതടക്കമുള്ള അലംഭാവത്തിനെതിരെ കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. കസ്തൂരി രംഗൻ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ചയ്ക്കെതിരെ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്നും പാർട്ടി ഡെപ്യൂട്ടി ലീഡർ CF തോമസ് പറഞ്ഞു. ഈ സമീപകാലത്ത് ചില വിവരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ചോദിച്ചിട്ട് അതിന് സമയത്ത് മറുപടി വനം വകുപ്പിൽ നിന്നും കൊടുത്തില്ല എന്നുള്ളത് വളരെ കുറ്റകരമായ അനാസ്ഥയായിട്ട് തന്നെ കേരള കോൺഗ്രസ്, ആ ഉദ്യോഗസ്ഥന്മാർ ആണ് ഉത്തരവാദികൾ. അത് വളരെ ഗൗരവമായിട്ട് കേരള കോൺഗ്രസ് കാണും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന PC ജോർജിനെ പുറത്താക്കാനുള്ള കേരള കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതി തീരുമാനത്തിന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഔദ്യോഗികമായി അംഗീകാരം നൽകി. ജോർജിന്റെ പാർട്ടി വിരുദ്ധ പ്രസ്താവനകളും അരുവിക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും ജോർജിനെ അയോഗ്യനാക്കാൻ ഇതൊക്കെ മതിയായ കാരണങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് സ്പീക്കർക്ക് നൽകാൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തി. ബാർക്കോഴ വിഷയത്തിൽ നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് മാണി കോൺഗ്രസിൻ്റെ ഇനിയുള്ള ശ്രമം. അതിനുള്ള അണിയറ തന്ത്രങ്ങളാണ് പാർട്ടി മെനഞ്ഞെടുക്കുന്നത്. കോട്ടയത്ത് നിന്നും TP പ്രശാന്ത്. കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാൾ. ശവ്വാൽ മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ ചെറിയ പെരുന്നാൾ ശനിയാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവരാണ് മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിൽ റമദാൻ 30 പൂർത്തിയാക്കി നാളെ പെരുന്നാൾ ആചരിക്കുമെന്ന് അറിയിച്ചത്. ചെറിയ പെരുന്നാൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. റംസാൻ മാസത്തിലെ 30 ദിനം പൂർത്തിയാക്കുന്ന വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ആയിരങ്ങളാണ് പള്ളികളിൽ എത്തിയത്. ആത്മസമർപ്പണത്തിന്റെയും വിശുദ്ധിയുടെയും വ്രതകാലം അവസാനിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് വിശ്വാസികൾ തയ്യാറെടുക്കുന്നത്. തെറ്റുകളിൽ നിന്ന് സ്വയം നവീകരിച്ച് ആത്മവിശുദ്ധിയുടെ തെളിനീറുറവക്കായി പ്രാർത്ഥനയുമായി കഴിഞ്ഞ ദിനരാത്രങ്ങൾ, അന്യന്റെ വിശപ്പും വേദനയും മനസ്സിലാക്കിയ കാരുണ്യത്തിന്റെ ദിനങ്ങൾ. റംസാനിലെ 30 വ്രതവും പൂർത്തിയാക്കാൻ ഇത്തവണ വിശ്വാസികൾക്ക് കഴിഞ്ഞു. 5 വെള്ളിയാഴ്ച കൂടി കടന്നുവന്നുവെന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ റംസാൻ കാലത്തിനുണ്ട്. കോഴിക്കോട് മുഖ്യകാസി ഇംബിച്ച് അഹമ്മദ്. ത്യാഗത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും ഔദാര്യത്തിൻ്റെയും എല്ലാം അടങ്ങിയ ഈ ഒരു മാസം ഇന്നത്തോടുകൂടെ അവസാനിച്ചു. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത ഈ ആരാധനയും മറ്റും സഫലമായി തീരണം എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നാം ഭാവിയിലും പ്രവർത്തനം രൂപപ്പെടുത്തേണ്ടതുണ്ട്. സംസ്ഥാനത്താകെ ചെറിയ പെരുന്നാൾ നമസ്കാരത്തിനായി പ്രത്യേക ഈദ്ഗാഹുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ മതപണ്ഡിതർ ഈദ് നമസ്കാരത്തിന് നേതൃത്വം നൽകും. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വ്രതകാലം പൂർത്തിയാക്കിയ ശേഷം കൂട്ടായ്മയുടെയും ഒത്തുചേരലിന്റെയും സ്നേഹവിരുന്നിന്റെയും സാഹോദര്യത്തിന്റെയും ചെറിയ പെരുന്നാൾ പകലാണ് വരാനിരിക്കുന്നത്. 1 മാസക്കാലം നീണ്ടുനിന്ന റംസാൻ വ്രതത്തിന് പരിസമാപ്തിയാവുന്നു. ഈ വ്രതകാലത്തിലൂടെ നേടിയെടുത്ത വിശുദ്ധിയും നന്മയുമായി ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് തയ്യാറെടുക്കുകയാണ് വിശ്വാസികൾ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിയോടൊപ്പം സിജു കണ്ണൻ.